ഇപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ ഉള്ളത് ഭാര്യ വീട്ടിലാണ്. അപ്പോൾ അവിടെ വേമ്പനാട്ട് കായലിൽ പോയിട്ട് നമ്മൾ കുറച്ച് കൊഞ്ച് പിടിച്ചിട്ടുണ്ട്. ഇത് കായൽ കൊഞ്ചാണ്. അപ്പം ഇതുവരെ നമുക്ക് തിന്നാണ് ശീലമുള്ളത്. അങ്ങനെയാണെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തന്നെത്താനൊന്ന് വറക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതാണ് നല്ല അടിപൊളി കൊഞ്ചാണ്. ഈ നാട്ടിൽ ഏകദേശം 700 തൊട്ട് 900 വരെ വിലയുണ്ട് ഈ കൊഞ്ചിന്. അപ്പോൾ നമ്മൾ പിടിച്ച കൊഞ്ചായതുകൊണ്ട് നമുക്ക് കഴിക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇത് ആദ്യത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് വെട്ടി ക്ലീനാക്കി എടുക്കുക. ഫ്രൈ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ചില വീഡിയോയിലൊക്കെ കണ്ട പോലെ ഫോറിനേഴ്സ് അല്ലേ. അപ്പോൾ ഇതൊന്ന് വെട്ടിയെടുക്കണം. അതായത് അളിയനുണ്ട് കേട്ടോ, അളിയനെ വീഡിയോ എടുക്കുന്നത്. അളിയൻ പറയുന്നത് ഇത് നമ്മൾ വീഡിയോയിലൊക്കെ കാണുന്ന കണക്ക് വെച്ചിട്ട് ഇതിൻ്റെ തോടൊക്കെ വെച്ചിട്ട് ഫ്രൈ ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മളിതിൻ്റെ ഇതൊക്കെ കളയുക. എന്നിട്ട് നേരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നടുക്കൂടെ ഒരു വരയിടാം. തെന്നിപ്പോവല്ലേ, കയ്യിൽ കീറുക. ചെയ്ത് ശീലമില്ലാത്തതായതുകൊണ്ട് എത്ര എടുക്കാം. ഇങ്ങനെ മലത്തി നോക്കാം. ശരി, കുറച്ചുകൂടെ കണ്ടിക്കണം, ഇല്ലാതെ മലന്ന് വരികയല്ല. ഇതിനകത്ത് ഈ കുറച്ച് അഴുക്ക് ഭാഗമുണ്ട്, അതുകൂടെ കളഞ്ഞാൽ റെഡിയായി. പോരടാ, ഇനി നേരം കണ്ടിക്കണം കേട്ടോടാ. കൈമുറിയല്ലേ. യെസ്, ഇങ്ങനെ വെക്കുന്നു. ഇതിനകത്ത് കുറച്ച് വേസ്റ്റ് ഉണ്ട്, നമ്മളിങ്ങനെ എടുത്ത് കളയുന്നു. ഓക്കെ, ഇതാണ് സംഭവം. ഇങ്ങനെ മലത്തി വെച്ച് വറക്കാനൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് കവി. ഇത് നമ്മൾ കളയത്തില്ല കേട്ടോ. ഈ തലയിലിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ പിത്തം എന്നൊക്കെ പറയും. ഈ നാട്ടിൽ ഇതിന് പൊന്നെന്നാണ് പറയുന്നത്. ഇത് ഞണ്ടിനും ഉണ്ട് കൊഞ്ചിനും ഉണ്ട് ഇങ്ങനെ. അപ്പോൾ ഇത് കണക്ക് നമ്മൾ ബാക്കി കൊഞ്ചുകൂടെയൊക്കെ ഒന്ന് വെട്ടിയെടുത്തിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. താഴെ പോകുന്നൊക്കെ പെറുക്കാല്ലേടാ. കാല് വേണോടാ? വേണ്ടല്ലോ അല്ലേ? അങ്ങനെയുള്ള കാലില്ലടാ ഇത്. അത് മറ്റേതൊരു 1/2 കിലോ 3/4 കിലോ സൈസൊക്കെ വരുന്ന, 3/4 കിലോ അല്ല, ഒരു 600-700 ഗ്രാം വരുന്ന കൊഞ്ചിന് അത്രയും കാലുണ്ട്. അതിനകത്ത് നല്ല മാംസമുണ്ട്. അത് നമുക്ക് പുഴുങ്ങി തിന്നാവുന്നതാണ്. നല്ല ടേസ്റ്റാണ്. അത് തന്നെയായിട്ടെടുത്ത് കറി വെക്കണം, അടിപൊളിയാണ്. ചെയ്തല്ലേ ശീലമാണല്ലേ അല്ലേ. ഇപ്പോൾ കൈ തന്നെ പോയാൽ കൊണ്ട് പറയും. ഭയങ്കര കട്ട് ചെയ്തു കേട്ടോ. ഇതിൻ്റെ ഷെല്ലെന്ന് പറഞ്ഞാൽ നല്ല കത്രിയെ കുത്തി ഇറക്കി വെട്ടി നോക്കാം. അതായിരുന്നു നല്ലത്. കൊമ്പ് വെട്ടിക്കാൻ നോക്കട്ടെ. മീശ വേണ്ടല്ലോ, വേണോ? മീശയൊന്നും കഴിക്കാൻ പറ്റത്തില്ല. പിന്നെ എന്താ മീശ? അത് മറ്റേ ടൂറിസ്റ്റുകാരെ പറ്റിക്കാൻ വേണ്ടി ചെയ്യുന്ന പരിപാടി. ദേശമൊന്നും പോകത്തില്ലമ്മേ. കുളിക്കാൻ മേലെ ഇതൊക്കെ ഞങ്ങൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ശ്രദ്ധിച്ചെടുത്തില്ല, ഇതിൻ്റെ മുള്ളും കൈ മുറിയും. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ കൊഞ്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇത് കണക്ക് നമ്മൾ മൊത്തം കൊഞ്ച് റെഡിയാക്കിയിട്ട് നമ്മൾ കഴുകി ക്ലീൻ ചെയ്തിട്ട് മസാല പുരട്ടി ഒന്ന് വറക്കും. വേണ്ടമേ, വെറൈറ്റി സ്റ്റൈലാണ്. പ്രിയ സുഹൃത്തുക്കൾ, ഇതിനകത്തൊരു ചെറിയ സാധനമുണ്ട്, അതുകൊണ്ട് നമ്മൾ എടുത്ത് കളയണം കേട്ടോ.
പിന്നെ ഞരമ്പാണ്. സുഹൃത്തുക്കളെ, നമ്മൾ കൊഞ്ചിൻ്റെ തല ഇവിടെ വെക്കുന്നത് അത്ര ശുഭകരമല്ലെന്നാണ് തോന്നുന്നത്. കാരണം നമ്മളിതിനകത്ത് വേസ്റ്റ് കളയുന്നുണ്ട്. കാരണം ഇവിടെ വെന്ത് കിട്ടുമെന്നൊരു സംശയമുണ്ട്. ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ടുള്ളൊരു പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളിതിൻ്റെ ഈ സൈഡിലെ ഈ തലയിലെ ഈ ഷെല്ലങ്ങ് കളയുക, അതായിരിക്കും നല്ലത്. എന്നിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. സുഖമായിട്ട് പൊളിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. ആഹാ, സൂപ്പർ പൊളി. നമ്മളിത് മൊത്തം വെട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. തലയിൽ അഴുക്കുണ്ട്, ഇത് തിന്ന മണ്ണുണ്ടാവും. കണ്ടത് ഇതൊക്കെ ഇതുണ്ട്, ഇതൊക്കെ മണ്ണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. എന്നിട്ട് കൊണ്ടുപോയി വറക്കാം. അപ്പോൾ ഈ സുഹൃത്തുക്കൾ നമുക്കൊന്ന് കഴുകിയെടുക്കാം കേട്ടോ. മണ്ണും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. പൊന്നു പോകുന്നത്രയും പോകും, എന്നൊക്കെ ഭാഗ്യം. ഇതിൻ്റെ മീശ എന്തിനാണ് വെച്ചേക്കുന്നത്? മീശ നമുക്ക് വേണ്ടല്ലോ, നമുക്ക് ഷോയുടെ പരിപാടിയില്ല. ഒന്ന് ഇവിടെ എല്ലാം മണ്ണും മറ്റു കാര്യങ്ങളൊക്കെ വരും. ഇതിൻ്റെ വായ ഒന്നുകൂടെ കഴുകണത്. നമുക്ക് ഒന്നുകൂടെ ഒന്ന് സമാധാനത്തിന് ഒന്നുകൂടെ ഒന്ന് കഴുകിയെടുക്കാം. ഇതിൻ്റെ പൊന്നെന്ന് പറയും, ഇതിന് കളയാൻ പാടില്ല എന്നാണ്. അപ്പോൾ അതെ, നമ്മളിത് മീൻ കഴുകിയെടുത്ത് നമ്മുടെ കൊഞ്ച് നല്ല കഴുകി നല്ല ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മസാല തേച്ച് ചട്ടിക്കകത്തോട്ടാണ് വെക്കുക, വറക്കുക. ഇത് തന്നെ പരിപാടി. സുഹൃത്തുക്കളെ, നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, ഗരം മസാല എല്ലാം കൂടെ ഉള്ളൊരു പേസ്റ്റ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലൊന്ന് തേച്ച് പിടിപ്പിച്ച് നമുക്കിവിടെ കുറച്ച് നേരം വെക്കാം. കൈ കൊണ്ട് തേച്ചാൽ ശരിയാകത്തില്ലല്ലോ ആൻറ്റി, ഇതാവൂലേ, നീറുകയല്ലേ? ഒത്തിരി വേണ്ടല്ലോ ഇവിടെ. ഈ സൈഡിലൊക്കെ കുത്തിക്കയറ്റാം. എരിഞ്ഞ് പുകയൂ. എനിക്കിതിൻ്റെ അളവൊന്നും അറിയത്തില്ല കേട്ടോ, തിന്ന ശീലമുള്ളൂ. പോരെ. ഇപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ മസാലയെല്ലാം തേച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കട്ടെ. എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട്, ബാക്കി കാര്യങ്ങൾ തന്നെ വെളിച്ചെണ്ണ എടുക്കണം, ചട്ടി വെക്കണം. അപ്പോൾ ഇത് കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. സുഹൃത്തുക്കളെ, ചെറിയ കൊഞ്ചിൻ്റെ കാലാണെങ്കിലും അതിനകത്ത് ഇത്രയും മാംസം ഉണ്ടായിരുന്നു നമ്മൾ അറിയില്ല. അപ്പോൾ ആൻറ്റി പോയിട്ട് അതിനകത്ത് ചൂടുവെള്ളം ഒഴിച്ച് തിളപ്പിച്ച് അതിൻ്റെ കാലും പൊളിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടെ ഇതിൻ്റെ കൂടെ ഇട്ട് വറക്കാം. സുഹൃത്തുക്കളെ, നമ്മൾ ചട്ടി വെച്ച് തീയൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. ഇതിനകത്ത് സ്വല്പം വെള്ളമുണ്ട്, അതൊന്ന് മാറി കഴിയുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. മതി വേണേ വയ്ക്കാം. അപ്പോൾ ഈ എണ്ണ ഒന്ന് തിളയ്ക്കുമ്പോൾ നമുക്ക് മീനെടുത്ത് വെക്കാം. അപ്പോൾ ഇത് നമ്മൾ മീനെടുത്ത് വെക്കാൻ പോവാണ്. കൈ വെച്ചാൽ പൊള്ളുമെന്ന് എനിക്കൊരു സംശയമുണ്ട്, തെറിക്കുമെന്ന്. മൂന്നെണ്ണം വെക്കാൻ പറ്റുള്ളൂ, മൂന്നില്ല. ഈ ചട്ട കൊടുക്കണം.
ഒന്ന് നോക്കണോ? അതെല്ലാം വെക്കാൻ പറ്റുമോ? എല്ലാം വെക്കാം. മതിയോ? അപ്പോൾ ഈ സുഹൃത്തുക്കളെ നമ്മൾ നമ്മുടെ മീൻ നിരത്തിയിട്ടുണ്ട്. വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് മൂടി വെച്ചാൽ ആവി കൂടെ കൊള്ളും മേളിൽ നിന്ന്. അപ്പം മേളിൽ നിന്നും കൂടെ പഴുക്കുമായിരിക്കും. മൂടി വെക്കാം. പ്രിയ സുഹൃത്തുക്കൾ, നമ്മൾ വെച്ചിട്ട് ഒരു സ്വല്പം നേരമായിട്ടുണ്ട്. നമുക്കൊന്ന് പൊക്കി ഒന്ന് നോക്കാം എന്തായെന്ന്. ആയിട്ടില്ലല്ലേ? ഒന്ന് വെന്തിട്ട് ഒരു സ്വല്പം കൂടെ വെന്തിട്ട് നമുക്കൊന്ന് മറക്കിടാം. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമുക്ക് നോക്കിയിട്ട് പാകമായെങ്കിൽ നമുക്കൊന്ന് മറച്ചിടാം. മറച്ചിടാമല്ലോ അല്ലേ? ഇതിന് നമുക്കൊന്ന് മറിക്കാം. കട്ടി മൂന്നാനിട്ടാൽ മതിയായിരുന്നല്ലേ? മണം അടിച്ച് മൂക്കി കയറിയിട്ടുണ്ട കന്നടാ. മൂടി വെക്കട്ടെ. അയ്യോ, അബദ്ധം പറ്റി. തുണിയില്ലാതെ പിടിച്ച് തുണിയില്ല പിടിച്ച്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, ഇത് വെന്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. നമുക്കൊന്ന് പൊക്കി നോക്കാം, എന്നിട്ടങ്ങ് ഇറക്കാം. വെന്തിട്ടുണ്ട്, മണം അടിക്കുന്നുണ്ട്. നല്ല മുരിഞ്ഞിട്ടുണ്ട്. ഇത്രയും മുരിയുണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. സഹിക്കാം. പരിചയസമ്പത്തില്ലാത്തതിൻ്റെ ഒരു പ്രശ്നങ്ങൾ സാരമായി കാണുന്നുണ്ട്. ഒരു കൊഞ്ചും പിന്നെ അതിൻ്റെ കാലും കൂടെ ഉണ്ട് വറക്കാൻ. അതുകൂടെ ആകുമ്പോൾ ഇതുകൂടി ചെയ്തോട്ട് ഇട്ടേക്കാം അല്ലേ? ഇത് കരിഞ്ഞു പോകും ഇപ്പോൾ ഇട്ടാ. ഓ, കരിഞ്ഞു വേണം. അതൊക്കെ മിഷൻ പറ്റി തറപ്പണിയില്ലാതെ അടുത്ത് തിരിച്ചു നോക്കാം. മുമ്പേ വെച്ച് അവസ്ഥ ഇഷ്ടമാണ് കേട്ടത്. മുമ്പേ എന്താ കൊണ്ട മുമ്പ് 2 തവണ ഞാൻ കടത്തുണി ഇല്ലാതെ ഇതേ പിടിച്ചത്. കൈ നന്നേ ചൂടായിരുന്നു. ഇത് മണം അടിക്കുന്നുണ്ട്. ചെറിയ കരിവായിട്ടുണ്ടെന്ന് തോന്നുന്നു. നോക്കട്ടെ. ഇല്ല, കുഴപ്പമില്ല. അപ്പോൾ ആദ്യമായിട്ട് കുറേ നാളുകൾക്ക് ശേഷം പാചകം ചെയ്തതിൻ്റെ ചില ന്യൂനതകളൊക്കെ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഇതിനകത്ത് ഏതാണ്ടൊക്കെ നമ്മൾ ഇട്ടായിരുന്നല്ലോ, അതെല്ലാം പൊക്കായോ. ഇപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ പാചകം ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അതിൻ്റെ ന്യൂനതകളൊക്കെ ഉണ്ടാവും. പക്ഷേ ഇവർ കഴിച്ചിട്ട് പറയും എന്താ സംഭവമെന്ന്. ഞാൻ മാത്രമല്ല, എൻ്റെ പിള്ളേരും ഉണ്ട്, ചേച്ചിയുടെ പിള്ളേരും ഉണ്ട്. അതായത് ഭാര്യയുടെ ചേച്ചിയുടെ മക്കളുണ്ട്, അളിയനുണ്ട്. അളിയൻ ക്യാമറയ്ക്ക് മുന്നില്ല. നമ്മളൊന്ന് തൊട്ട് ടേസ്റ്റ് ചെയ്തതിന് ശേഷം ആൾക്ക് മൊത്തം വേണമെന്നാണ് പറഞ്ഞിരുന്നത്. ഇത് അമ്മൂമ്മയാണ്, മീനാക്ഷി അമ്മ. അപ്പോൾ മീനാക്ഷി അമ്മയ്ക്ക് വെച്ച് തുടങ്ങാം അല്ലേ? മീനാക്ഷി അമ്മ ടേസ്റ്റ് ചെയ്തു. മീനാക്ഷി അമ്മ
ഓ ചിലപ്പോൾ കാണും. ഞാൻ പൊളിച്ച് തരണോ? ശകലം കുടിക്കണം. മതി. എന്നാത്തിന്റെ കുറവുള്ള ഞാനാ ഉണ്ടാക്കി. എല്ലാം ഫസ്റ്റാണ്. ആണോ? നാളെ തന്നെ ഇനി ഞാനാണോ പാചകം? അപ്പോൾ പ്രിയ സുഹൃത്തുക്കളത് കണ്ടോ, മക്കളെല്ലാം വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ കൊടുക്കണം, കഴിക്കണം. നല്ല അടിപൊളി സാധനമാണ്. നല്ലത് നന്നായിട്ട് വെന്തിട്ടൊക്കെ ഉണ്ടോ മക്കളെ. പാടാ ഇച്ചിരി ഇച്ചിരി ഞാൻ തരാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വീതം വെച്ച് കഴിക്കാം. ഓക്കെ, കഴിച്ചിക്കണം. എന്നാ തലയോ? ആർക്കാ തല വേണ്ടേ? കഴിക്കണം. ഞാൻ അതിൻ്റെ തലക്കിട്ട് കൊള്ളുന്നോ? ഇപ്പോൾ പ്രിയ സുഹൃത്തുക്കളത് സംഭവം നല്ല അടിപൊളിയാണ്. ഞാനുണ്ടാക്കിയത് സോറി ശക്തിമാനാണ് കേട്ടോ. കുഴപ്പമില്ല. എനിക്ക് തോന്നുന്നു എരിവ് അത്രയ്ക്ക് ഇല്ല. എരിവ് കുറച്ചുകൂടെ വേണ്ടായിരുന്നു തോന്നുന്നുണ്ട്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളതെ, അപ്പോൾ ഇതെല്ലാവരും കൂടി ഒന്ന് വട്ടം കൂടി ഒന്ന് കഴിക്കും. എടുത്തോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞങ്ങളുടെ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ വീഡിയോ ആണെങ്കിൽ ദയവേത് ഫോളോ ചെയ്താണെന്ന് കരുതിയിരിക്കണം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് എത്രേ അതായത് അപ്പോൾ അടുത്തിരിക്കും. പൊടിച്ചോ ചേച്ചി പൊടിച്ച് കഴിച്ചോ. കാശി വേടാ.